ഗായ്സ്, ഇന്ന് നമ്മൾ ഫേസിന് നല്ലൊരു സ്ക്രബ് കൊടുക്കാൻ പോവാണ്. സോ ഫോർ ദാറ്റ് ഞാനൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് ഷുഗർ, കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ജ്യൂസ് ഷുഗർ ആൻഡ് കോഫി പൗഡറെല്ലാം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് ഫോമിലാക്കുക. അതിലേക്ക് നമ്മുടെ ഒരു ടൊമാറ്റോയുടെ സ്ലൈസ് എടുത്ത് ടിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡിൽ വെച്ച് സ്ക്രബ് ചെയ്ത് തുടങ്ങുക. Slowly starting with the right side of the cheek, then moving to the nose, പിന്നെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ചീക്കിൽ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. then slowly coming down to ഏരിയ. അപ്പോൾ അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് ഫോർഹെഡിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൊമാറ്റോയുടെ സ്ലൈസ് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇനീഷ്യലി. പിന്നെ നമ്മൾ സ്ലോലി നമ്മുടെ കൈ എടുത്തിട്ട് നമ്മുടെ രണ്ട് കൈയിലും ഈ ഒരു ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാണ്. മുഖത്തും എല്ലാ ഭാഗത്തും സ്ക്രബ് ചെയ്യുക. പിന്നെ സ്ലോലി കഴുത്തിൽ സ്ക്രബ് ചെയ്യുക. കഴുത്തിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിൻ സെൽസ്, അഴുക്കുകൾ, നമ്മുടെ ഓയിൽ, എക്സസ് ഓയിൽ പ്രൊഡ്യൂസ്ഡ്, പിന്നെ അൺവാണ്ടഡ് ഡേർട്ട്, ബാക്ടീരിയാസ്, ഇതെല്ലാം ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു സ്ക്രബ് നല്ലൊരു ക്ലീനപ്പ് പ്രോസസ്സാണ് സ്കിന്നിന്. അപ്പോൾ ഡെഡ് സ്കിൻ സെൽസ് പോകുമ്പോൾ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റനായ പോലെ ഫീലാകും. പിന്നെ ഈ ടൊമാറ്റോ ജ്യൂസും ഒക്കെ നല്ല ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റുള്ള ഒരു ജ്യൂസാണ്. സോ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. സോ പിമ്പിൾസ് ഉള്ളവർക്ക് പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ടും സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ടൊമാറ്റോ ജ്യൂസ് യൂസ് ചെയ്തിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കോഫി പൗഡറിനും ആൻറ്റി ബാക്ടീരിയൽ എഫക്ട്സ് ഉണ്ട്. സോ ആൻഡ് ഷുഗറിൻ്റെ ഈ ഒരു തരി നമുക്ക് ഫേസിൽ നല്ലൊരു സ്ക്രബായിട്ട് ഫീൽ ചെയ്യും. അത് ഡെഡ് സ്കിൻ സെൽസൊക്കെ നന്നായിട്ട് ഇളകിപ്പോവും. മൂക്കിൻ്റെ സൈഡിൽ, കവിളിൽ, നമ്മുടെ താടിയിലൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഈ ബ്ലാക്ക് ഹെഡ്സ് എനിക്ക് സാധാരണ മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ ചീക്സ്, കവിളിൻ്റെ ചെറിയ ഭാഗങ്ങൾ തുടങ്ങുന്ന മൂക്കിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളിൽ, പിന്നെ ചിന്നിലാണ് വരാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു മിക്സ്ചർ, ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ആണ്. നമ്മൾക്ക് ചിന്നിലും ചീക്കിലും ഒക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് പോകും. സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യും. സ്കിന്നിൻ്റെ നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്തിട്ട് സ്കിന്ന് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ വേണം കഴുകാൻ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ക്ലീനപ്പ് ആയതിനു ശേഷം നമ്മുടെ മുഖത്തുള്ള സ്കിന്നിലെ ഓപ്പൺ പോഴ്സൊക്കെ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് കഴിഞ്ഞിട്ടുടനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റീം ചെയ്തിട്ട്, മുഖത്ത് കുറച്ച് സ്റ്റീം കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വിറ്റമിൻ സിറംസ് ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ, ഇതൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ സ്കിൻ ഇങ്ങനെ ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും മോയ്സ്ചറൈസർ ഇട്ടിരിക്കണം. എന്നിട്ട് സൺസ്ക്രീനും ഇട്ടിരിക്കണം. ഇത് നല്ലൊരു പ്രൊസീജിയറാണ്. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടും. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ റീജുവനേറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ സെൽസ് പോയി കഴിയുമ്പോൾ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. സോ നല്ലൊരു ക്ലീനപ്പ് പ്രൊസീജിയറാണ് ഈ ഒരു മെത്തേഡ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ ഇതൊരു വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു 2 months കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഫേസിൽ കാണാൻ പറ്റും. ഈ ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട് കുറയാൻ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻസിൽ അറിയിക്കുക. സോ ഇതിലേക്ക് നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 to 3 minutes നമ്മൾ മുഖത്ത് ഈ ഒരു ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസും ഈ ഒരു മിക്സർ അങ്ങനെ വെക്കണം. എന്നിട്ട് വേണം നമ്മളത് വാഷ് ചെയ്ത് കളയാൻ.
വാഷ് ചെയ്ത് കളയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഫ്രഷ് ഫീലിംഗ് മനസ്സിലാവും. നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ ഇതേപോലെ ഇമ്പ്യൂരിറ്റീസും ബാക്ടീരിയാസും അൺവാണ്ടഡ് ബാക്ടീരിയസ്, അതായത് പിമ്പിൾസ് ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. സ്കിന്നിൽ ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. ഇത് ഫേസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ചുണ്ടിലും ഉപയോഗിക്കാം. ലിപ്സിലും നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ലിപ്സിൻ്റെ കളർ, അതായത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഡാർക്കായ ലിപ്സ് ആണെങ്കിൽ അത് നോർമലായിട്ട് നമ്മളുടെ പ്രീവിയസ് ഉണ്ടായിരുന്ന അതേ ഒരു സ്റ്റേറ്റിലേക്ക് ചുണ്ടിൻ്റെ അവസ്ഥ എത്താനും ഈ ഒരു സ്ക്രബ് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നന്നായിട്ട് മുഖത്ത് സ്ക്രബ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇത് വാഷ് ചെയ്ത ശേഷമുള്ളൊരു ഇതാണ്. ഉടനെ വാഷ് ചെയ്ത് കളയരുത്. ഒരു 2 to 3 മിനിറ്റ്സ് വെക്കണം. എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ നോക്കും നല്ല ക്ലിയർ ആയിട്ട് നല്ല ചേഞ്ച് കാണാം. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.